നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സാന്ത്വയൻ ശ്ലക്ഷണയാവാച മേഘദുന്ദുഭിനിസ്വന. ഇടുമുഴക്കം പോലെ, പെരുമ്പറ മുഴക്കം പോലെ, വളരെയേറെ ഉഗ്രവും അതേസമയം ആനന്ദകരവുമായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയവനായിട്ട് അർജുനനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട്, അർജുനന് സന്തോഷം പകർന്നുകൊണ്ട് അർജുനനോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ അർജുന, നിനക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കാര്യങ്ങൾ ഇനിയുണ്ട്. നിനക്ക് അവിടെ എത്താൻ വേണ്ടിയുള്ളതായ സന്നാഹം ഞാൻ ഒരുക്കും. രഥോ മാതലി സംയുക്ത ആഗന്ത തുത്കൃതേ മഹീം. ഈ ഭൂമിയിലേക്കൊരു രഥം വരും. എൻ്റെ രഥമാ വരുന്നേ, എൻ്റെ തേരാളിയായിരിക്കുന്ന മാതലി. അദ്ദേഹം തെളിക്കുന്നതായ തേര്, അത് ഈ ഭൂമിയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി വരും. തത്രദേഹം പ്രദാസ്യാമി ദിവ്യാന്യസ്ത്രാണി കൗരവ. അലയോ കൗരവ, കുരുവംശത്തിൽ പിറന്നവനെ. നമ്മൾ ധൃതരാഷ്ട്ര മക്കളെയാണ് പൊതുവിൽ കൗരവന്മാരെന്ന് പറയുക. പാണ്ഡുവിൻ്റെ മക്കളെ പാണ്ഡവരെന്നും പറയും. അങ്ങനെ കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള മത്സരമെന്നും യുദ്ധമെന്നും ഒക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ കൗരവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ ചന്ദ്രവംശത്തിൽ പിറന്ന, ഇവരുടെ എല്ലാം വംശത്തിൻ്റെ പേര് ചന്ദ്രവംശം എന്നാണ്, ആ ചന്ദ്രവംശത്തിൽ പിറന്ന കുരുരാജാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവൻ എന്നാണ്. അതിനാൽ പാണ്ഡവന്മാരും ധാർത്തരാഷ്ട്രന്മാരും ധൃതരാഷ്ട്രൻ്റെ മക്കളും എല്ലാവരും കൗരവന്മാരാണ്. സൗകര്യത്തിന് നമ്മൾ ഒരു കൂട്ടരെ കൗരവരെന്നും വേറൊരു കൂട്ടരെ പാണ്ഡവരെന്നും പറയുന്നു. ഇവിടെ ഇന്ദ്രൻ അർജുനനെ കൗരവ എന്ന് സംബോധന ചെയ്യാണ്. കുരുവംശത്തിൽ പിറന്നവനെ, ആ കുരുവംശത്തിൻ്റെ മഹിമാവിശേഷങ്ങളെല്ലാം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവനെ. അതിൻ്റെ ഉള്ളിൽ വേറെയും അനേകം അർത്ഥങ്ങളുണ്ട്. ദേവലോകത്തിന് വിപത്ത് വന്നപ്പോഴേക്കുമൊക്കെ ഇന്ദ്രൻ ഈ ഭൂമിയിലേക്ക് തൻ്റെ തേരയച്ചിട്ട്, അപ്പോൾ ഈ ഭൂമിയിലുള്ള കരുത്തന്മാരായ രാജാക്കന്മാരെ ക്ഷണിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ രാജാക്കന്മാർ ഒന്നുകിൽ സൂര്യവംശത്തിൽ പിറന്നവരായിരിക്കും, സൂര്യവംശം രാമൻ്റെ വംശമാണ്, അല്ലെങ്കിൽ ചന്ദ്രവംശത്തിൽ പിറന്നവരായിരിക്കും. ഭാരതത്തിലെ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ടതായ കുടുംബങ്ങൾ ഇത് രണ്ടുമാണ്, സൂര്യവംശവും ചന്ദ്രവംശവും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അത്രയേറെ തപോബലമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദേവലോകത്തെ രക്ഷിക്കാൻ കഴിയുന്നത്. ഈ വംശത്തിന് ഇത്രയേറെ പേരും പ്രശസ്തിയും വന്നതുകൊണ്ടാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എത്രയോ കുരു രാജാക്കന്മാർ ഇതിനു മുമ്പ് ദേവലോകത്തെത്തിച്ചേർന്നിട്ട് അവിടെ ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അസുരന്മാരെയെല്ലാം തോൽപ്പിച്ചോടിച്ച് ദേവലോകത്തെ രക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? അർജുനതെല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അതേ പ്രകാരത്തിൽ ദേവലോകത്തെ രക്ഷിക്കുവാൻ കരുത്തുള്ളവനാണ് നീ. അതാണ് കൗരവ എന്നുള്ള സംബോധനയുടെ അർത്ഥം. ഒരേ അർത്ഥം അല്ലെങ്കിൽ ഒരേ വസ്തു അല്ലെങ്കിൽ ഒരേ വ്യക്തി പ്രതിപാദിക്കപ്പെടാൻ വേണ്ടിയിട്ട് അനേകം പദങ്ങൾ സംസ്കൃതത്തിലുണ്ട്. ഓരോ പദത്തിനും അതിൻ്റേതായ നിഷ്കൃഷ്ടമായ അർത്ഥവുമുണ്ട്. അതറിഞ്ഞ് കൃത്യമായി പ്രയോഗിക്കുന്നയാളാണ് കരുത്തനായ സമർത്ഥനായ പ്രതിഭാവാനായ കവി. വ്യാസൻ്റെ അലൗകികമായ പ്രതിഭാവിശേഷം ഈ മഹാഭാരതത്തിൽ വരുന്ന 100 1000 സംബോധനകളിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഓരോ സന്ദർഭത്തിനും പറ്റിയ രീതിയിൽ ആ അർത്ഥത്തെ വ്യഞ്ജിപ്പിക്കത്തക്ക രീതിയിൽ, ധ്വനിപ്പിക്കത്തക്ക രീതിയിലാണ്
സംബോധനകൾ പോലും കടന്നു വരുന്നത്. നേരത്തെ അങ്ങനെയുള്ള ഏതാനും സന്ദർഭങ്ങൾ സൂചിപ്പിച്ചു. എപ്പോഴും അത് സൂചിപ്പിക്കാൻ നിൽക്കാറില്ല ആ സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. അത് ശ്രോതാക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അല്ലയോ കൗരവ, നിന്റെ പാരമ്പര്യം ദേവലോകത്തെ രക്ഷിക്കുന്നതാണല്ലോ എന്നർത്ഥം. നീ ദേവലോകത്തിലേക്ക് വരണം. അവിടെ വരുന്ന അവസരത്തിൽ, അവിടെ വന്ന് വസിക്കുന്ന അവസരത്തിൽ, കുറേ നാൾ ദേവലോകത്തിലെ ക്ഷണിതാവായിട്ട്, അതിഥിയായിട്ട് അവിടെ വന്ന് വസിക്കുന്ന അവസരത്തിൽ തത്രദേഹം പ്രദാസ്യാമി ദിവ്യാനി അസ്ത്രാണി, അവിടെ വച്ചിട്ട് ഞാൻ നിനക്ക് ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ തരും. ഇന്ദ്രൻ്റെ കയ്യിൽ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളുടെ വലിയൊരു ഭണ്ഡാകാരമുണ്ട്. നേരത്തെ തന്നെ യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞ വാക്യങ്ങൾ നാം ഓർക്കുക. അതുകൊണ്ട് ഇന്ദ്രനെ കാണണം. ഇന്ദ്രനിൽ നിന്നിട്ട് സകല ദിവ്യാസ്ത്രങ്ങളും ലഭിക്കും. അതേപോലെ രുദ്രനെയും കാണണം, കൈലാസനാഥനെയും കാണണം. അതിലാദ്യം കൈലാസനാഥനെ കാണണം എന്ന് അർജുനനോട് ഇന്ദ്രൻ തന്നെ, ആദ്യം വേഷം മാറി അർജുനൻ്റെ സമീപത്തെത്തിയ ഇന്ദ്രൻ തന്നെ പറയുന്നത് നാം കേട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ദേവലോകത്തേക്ക് വരൂ എന്ന് അപ്പോൾ പറയുന്നത് നാം കേട്ടു. അങ്ങനെ അർജുനൻ തപസ് ചെയ്ത് ഭഗവാനെ നേരിട്ട് കണ്ടു അനുഗ്രഹങ്ങളെല്ലാം നേടി. ഇപ്പോഴിതാ ദേവലോകത്തിൽ എത്താൻ, ദേവലോകത്തിൽ അവിടെ അതിഥിയായിട്ട് ബഹുമാന്യനായിട്ട് എത്തിച്ചേരാൻ യോഗ്യത കൈവരിച്ച് ഇതാ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അവിടെ നീ വന്നു ചേരുമ്പോഴേക്കും എല്ലാ ആയുധങ്ങളും ദിവ്യാസ്ത്രങ്ങളും നിനക്ക് തരും. പാശുപതം കിട്ടിയ ആളിന് മറ്റെല്ലാ ദിവ്യായുധങ്ങളും സ്വാഭാവികമായി കിട്ടും. ആ ദിവ്യായുധങ്ങളെല്ലാം ഓരോരോ ദേവന്മാരുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ പാശുപതം കിട്ടിക്കഴിഞ്ഞാലോ, ഭഗവാൻ ശങ്കരൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാലോ, ശങ്കരൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായി നിലനിൽക്കുന്നവരാണ് ഈ ദേവന്മാർ. അവരുടെ കയ്യിലിരിക്കുന്ന ദിവ്യായുധങ്ങളും ശങ്കരനിൽ നിന്ന് വന്നതാണ്. അതിനാൽ ആ ദേവന്മാർ ആ ദിവ്യായുധങ്ങളെല്ലാം ശിവൻ്റെ അനുഗ്രഹത്തിന് പാത്രമായ വ്യക്തിക്ക് നൽകും വളരെ സന്തോഷത്തോടുകൂടി. അതാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നീ എത്തിക്കഴിയുമ്പോഴേക്കും നിനക്ക് ഞാൻ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെ നൽകും എന്നറിഞ്ഞുകൊള്ളുക. ദേവലോകത്തേക്കാണ് അർജുനൻ പോകേണ്ടത്, സ്വർലോകത്തിലേക്കാണ് അർജുനൻ പോകേണ്ടത്. ഇനി ഒരു കാര്യം കൂടി, നേരത്തെ നമ്മുടെ ഗീതാഭാരതത്തിലെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പാണ്ഡവന്മാരുടെ ജനനകഥയെല്ലാം വർണ്ണിക്കുന്ന അവസരത്തിൽ ഈ പാണ്ഡവന്മാർ ഓരോരുത്തരും ആരാണ് എന്ന് ഭഗവത്ഗീതയെ തന്നെ മുൻനിർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അർജുനൻ മനോമയകോശമാണ്. പാണ്ഡവന്മാർ 5 പേരും അന്ന് ചരിത്ര സന്ധിയിലെ 5 വ്യക്തിത്വങ്ങളാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാണവർ, ഭാരത ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അനേകം അർത്ഥതലങ്ങളെ ഒരുമിച്ച് നിബന്ധിച്ചുകൊണ്ടാണ് വ്യാസൻ ഈ കാവ്യം രചിച്ചിരിക്കുന്നത് എന്നും എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓരോ വാക്കിനും, വ്യാസൻ്റെ ഓരോ വാക്കിനും ഭൂർലോകത്തിലും സ്വർലോകത്തിലും മഹർലോകത്തിലും ഒക്കെ അർത്ഥസാങ്കത്യങ്ങളുണ്ട്. ഈ അർജുനൻ, പാണ്ഡവന്മാരിൽ ഒരാളായിരിക്കുന്ന അർജുനൻ, അദ്ദേഹം നമ്മുടെ മനോമയകോശമാണ്. യുധിഷ്ഠിരൻ അന്നമയകോശവും, ഭീമസേനൻ പ്രാണമയകോശവും, അർജുനൻ മനോമയകോശവും, നകുലൻ വിജ്ഞാനമയകോശവും, സഹദേവൻ ആനന്ദമയകോശവുമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ നമ്മുടെ മനോമയകോശം, നമ്മുടെ മനസ്സും അതേപോലെ തന്നെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും അതേപോലെ മനസ്സിൻ്റെ തന്നെ ഭാഗമായിരിക്കുന്ന ബുദ്ധി, അഹങ്കാരം, ചിത്തം മുതലായവയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നതിനാണ് മനോമയകോശം എന്ന് പറയുക. അത് നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ല അത്. നമ്മുടെ തപോബലം കൊണ്ട് എപ്പോഴാണോ മനോമയകോശം നമുക്ക് അധീനമായി തീരുക, ആ മനോമയകോശത്തിൽ നമുക്ക് സ്ഥിരമായി ഉറച്ചു നിൽക്കാൻ കഴിയും. ഈ മനോമയകോശം, നമ്മുടെ മനോമയകോശം സ്വർലോകത്തിൻ്റെ ഒരു അംശമാണ് എന്നറിയണം. നമ്മുടെ മനോമയകോശം നമ്മുടെ നിയന്ത്രണത്തിലാവുകയും അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാം സ്വർലോകത്തിൽ ഉറച്ചു കഴിഞ്ഞു.
സ്വർലോക അനുഭൂതികൾ നേരിട്ട് ലഭിക്കുന്നത് അപ്പോഴാണ്. അർജുനൻ മനോമയകോശമാണ്. അർജുനൻ തൻ്റെ തപസ്സുകൊണ്ട് സ്വർലോകത്തിൽ സ്ഥിരത കൈവരിച്ചിരിക്കുന്നു. അതാണ് നീ സ്വർലോകത്തിലേക്ക് വരൂ എന്ന കഥാരൂപത്തിൽ ഇന്ദ്രനെ കൊണ്ട് പറയിക്കുന്നത്. സ്വർലോകാധിപനായിരിക്കുന്ന ഇന്ദ്രൻ്റെ പുത്രനായി അർജുനനെ കൽപ്പിച്ചിരിക്കുന്നതിന് കാരണവും അതാണ്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ നിയോഗ കഥ നിബന്ധിച്ചിരിക്കുന്നത്. ഈ 5 സഹോദരങ്ങളെയും 5 ദേവന്മാരുടെ സന്താനങ്ങളായി കാണിച്ചിരിക്കുന്നത് അവരിൽ കുടികൊള്ളുന്നതായ തത്വത്തെ, വൈഭവത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്ന് മാത്രമല്ല, അവർ നമ്മിൽ കുടികൊള്ളുന്നു. നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാണവർ. അത് 5 കോശങ്ങളായി വിഭക്തമാണ്. അങ്ങനെ നമ്മുടെ 5 കോശങ്ങളാണവർ. നമ്മുടെ മനോമയ കോശം, അതാണ് അർജുനൻ എന്ന് പറയുന്ന ആ കഥാപാത്രം. ആ അർജുനൻ മനോമയ കോശമാണ്, മനസ്സാണ്. അത് നിയന്ത്രണത്തിന് കീഴിലായി കഴിയുമ്പോൾ അത് സ്വർലോകമാണ്. എപ്പോഴാണോ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകുന്നത്, പിന്നെ ദുഃഖമില്ല, പിന്നെ ചാഞ്ചല്യമില്ല, പിന്നെ ക്ലേശങ്ങളില്ല, പിന്നെ വിരോധമില്ല, ഒന്നുമില്ല. ആനന്ദം 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 മാത്രം. സ്വർലോകം എന്ന് പറയുന്ന അതാണ്. സ്വർലോകം ദൂരെ എവിടെങ്കിലും, ആകാശത്ത് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലമല്ല. റോക്കറ്റുകളിൽ കയറിപ്പോലും സ്വർലോകത്ത് പോകാനാവില്ല. മനസ്സിനെ, വെളിയിൽ പാഞ്ഞു നടക്കുന്ന മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൻ്റെ മണ്ഡലത്തിൽ അതിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നാം സ്വർലോകത്തിലായിരിക്കും. ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ പ്രവർത്തിക്കും, ഈ ഭൂമിയിൽ നിലനിൽക്കും. പക്ഷേ ഈ പ്രപഞ്ചാനുഭവം ഉണ്ടല്ലോ, നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർലോകത്തിൻ്റെ അനുഭവമായിരിക്കും. അങ്ങനെ ഈ ലോകങ്ങളെല്ലാം 7 ഇവിടെ തന്നെയാണ്. അതാണ് നാം ഇവിടെ ഈ കഥയിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുനനോട് പറഞ്ഞു, അവിടെ വച്ചിട്ട് ഞാൻ ദിവ്യായുധങ്ങൾ നൽകും. നാം നമ്മുടെ തപസ്സുകൊണ്ട് നമ്മുടെ മനോമണ്ഡലത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉറച്ചു കഴിഞ്ഞാൽ നാം സ്വർലോകത്തിലാണ്. അവിടെ വച്ച് നമുക്ക് അലൗകികങ്ങളായ ശക്തിവിശേഷങ്ങൾ വരും. ആ ശക്തിവിശേഷങ്ങളിൽ ഒരു വിഭാഗമാണ് ദിവ്യായുധങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ദേവലോകത്ത് വെച്ച് ഞാൻ നിനക്ക് ദിവ്യായുധങ്ങൾ നൽകാം. തത്രതേഹം പ്രദാസ്യാമി ദിവ്യാന്യസ്ത്രാണി കൗരവ. ഞാൻ നിനക്ക് അവിടെ വച്ചിട്ട് ദിവ്യാസ്ത്രങ്ങൾ തരും. അർജുനൻ ഈ ലോകപാലന്മാരെ 4 പേരെയും അവിടെ ആ പർവ്വതത്തിന് മുകളിൽ ഒരുമിച്ച് കാണുകയാണ്. ഇത് എളുപ്പത്തിൽ ആർക്കും ലഭിക്കുന്നതായ ദർശനമല്ല. അത് അർജുനൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? തപസ്സുകൊണ്ട്. തപസ്സിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ ദൃഷ്ട ലോകപാലാംസ്തു സമേതാൻ ഗിരിമൂർധനി. ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഈ ലോകപാലന്മാരെല്ലാ പേരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ജഗാമ വിസ്മയം ധീമാൻ. വളരെയേറെ ബുദ്ധിയുള്ളവനായ, മനസ്സിൻ്റെ ഉറപ്പുള്ളവനായ അർജുനൻ വളരെയേറെ അത്ഭുതപ്പെട്ടു പോയി. കുന്തിപുത്രനായ ധനഞ്ജയനായ അർജുനൻ അത്ഭുതപ്പെട്ടു പോയി. അർജുനൻ എന്തു ചെയ്തു? പൂജയാമാസ വിധിവത് വാഗ്ഭിരദ്ഭി ഫലൈരവി. വിധിപ്രകാരം അവരെ പൂജിച്ചു. ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ, ഈ ഭൂമണ്ഡലത്തിലായാൽ പോലും നാം അവരെ പൂജിക്കണം, വിധിപ്രകാരം പൂജിക്കണം. ആദരണീയരെ എങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ട്. നമ്മുടെ കാരണവന്മാരും മുത്തശ്ശിമാരും ഗുരുക്കന്മാരും എല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്, ഭാരതീയ പാരമ്പര്യമനുസരിച്ച്. ആ പ്രകാരത്തിൽ, വിധിപ്രകാരത്തിൽ പൂജ ചെയ്യണം. അർജുനനും വിധിപ്രകാരം ഈ പരമാദരണീയരായിരിക്കുന്ന അഷ്ടദിക്പാലകന്മാരെ പൂജ ചെയ്തു. എങ്ങനെ? വാഗ്ഭി, പൂജനീയമായ വാക്കുകൾ കൊണ്ട്, സ്തോത്രമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട്. ആ അനുഭൂതിയുടെ നടുവിൽ നിന്നിട്ട് അർജുനൻ സംസാരിക്കുമ്പോഴേക്കും ആ വാക്കുകളെല്ലാം സ്തോത്രമായിട്ട് പ്രവഹിക്കുന്നു. അതാണ് വാഗ്ഭി, സ്തുതിരൂപമായ വാക്കുകൾ കൊണ്ട്. അദ്ഭി, അർഘ്യപാദ്യാദികളായിട്ടുള്ള ജലം കൊണ്ട്. അതേപോലെ ഫലൈരവി, പഴങ്ങൾ കൊണ്ട്. അർജുനൻ ആ ഭഗവാന്മാരെ പൂജിച്ചു.
ആ അവസരത്തിൽ ആ പൂജയെല്ലാം അവർ സ്വീകരിച്ചു. എന്നിട്ട് അർജുനനെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവർ അന്തർധാനവും ചെയ്തു. അർജുനൻ അപ്പോൾ ചിന്തിച്ചു, തതോർജുനോ മുദം ലേഭേ ലബ്ധാസ്ത്ര പുരുഷ ഋഷഭ. അല്ലയോ പുരുഷശ്രേഷ്ഠ, ഇത് വൈശമ്പായനൻ ജനമേജയനെ സംബോധന ചെയ്യുന്നതാണ്, പുരുഷശ്രേഷ്ഠ എന്ന്. വ്യാസന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് വൈശമ്പായനൻ ജനമേജയനെ കേൾപ്പിക്കുന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരുടെ ഈ കഥ. അദ്ദേഹത്തിൻ്റെ പിതാമഹനാണല്ലോ അർജുനൻ. അതുകൊണ്ട് വൈശമ്പായൻ സംബോധനയാണ്, അല്ലയോ പുരുഷ ഋഷഭ. അർജുനൻ വളരെയേറെ സന്തോഷിച്ചു ആ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെല്ലാം ലഭിച്ചിട്ട്. അർജുനൻ്റെ തപസ്സിനെക്കുറിച്ച് തനിക്ക് കേൾക്കണം എന്ന് ജനമേജയൻ ആവശ്യപ്പെടുമ്പോഴാണ് വൈശമ്പായനൻ ഈ കഥ ജനമേജയനെ വിസ്തരിച്ച് കേൾപ്പിക്കുന്നത്. എന്നിട്ട് സന്തോഷിച്ച ശേഷം അർജുനൻ എന്തു ചെയ്തു? ഇങ്ങനെ കൂടി ചിന്തിച്ചു, കൃതാർത്ഥം അഥജാത്മാനം സമേനെ പൂർണ്ണമാനസം. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സമ്പൂർണമായി തീർന്ന, സാധിക്കാൻ കഴിഞ്ഞ, അങ്ങനെ ഇനി കൂടുതലൊന്നും ആശിക്കാനില്ല, എല്ലാം ആശിച്ചു, അതെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം വന്നിരിക്കുന്നു. താൻ ചെയ്യേണ്ടത് ചെയ്തവനാണ്, നേടേണ്ടത് നേടിയവനാണ്, കൃതാർത്ഥനാണ്, ഭാഗ്യശാലിയാണ് എന്നിങ്ങനെ അർജുനൻ ചിന്തിച്ചു. ഇവിടെയാണ് വനപർവ്വത്തിലെ കൈരാതം എന്നുള്ളതായ ഉപപർവ്വത്തിൻ്റെ അധ്യായം 41 പൂർണ്ണമാകുന്നത്. തുടർന്ന് അർജുനൻ്റെ ഇവിടെ കൈരാതം എന്നുള്ള ഉപപർവം പൂർണ്ണമാകുന്നു. ഇന്ദ്രലോകാഭിഗമനം എന്നുള്ള അടുത്ത ഉപപർവം ആരംഭിക്കുകയാണ്. ഇന്ദ്രലോകത്തിലേക്ക് അർജുനൻ്റെ യാത്ര. അർജുനനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ മാതലി എത്തിച്ചേർന്നു. ദേവേന്ദ്രൻ്റെ രഥവുമായിട്ടാണ് മാതലിയുടെ ആഗമനം. മാതലിയെ കണ്ട് അർജുനൻ സന്തോഷിച്ചു. മാതലി അർജുനനെയും കൂട്ടിക്കൊണ്ട് ദേവലോകത്തിലേക്ക് പോകുന്നു. തുടർന്ന് ദേവലോകത്തിലുള്ളതായ അർജുനൻ്റെ ജീവിതാനുഭവങ്ങൾ എല്ലാം തപസ്സിൻ്റെ ഫലം. തപസ്സുകൊണ്ട് സ്വർലോകത്തിൽ അർജുനൻ സ്ഥിരത കൈവരിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മെപ്പോലുള്ള ആർക്കും വളരെ വേഗത്തിൽ നേടാൻ കഴിയുന്നതായ അത്ഭുതകരമായിരിക്കുന്ന നേട്ടം. ഇതാണ് തപസ്. ദൈവീ സമ്പത്താണത്. ദൈവീ സമ്പത്തുള്ളവർക്ക് മാത്രമേ അത് സഫലമാക്കി തീർക്കാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം. നമ്മൾ തപസ് വരെയുള്ള ആ ദൈവീ സമ്പത്ത് മഹാഭാരത കഥയ്ക്കകത്ത് വ്യാസഭഗവാൻ എങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കഥാപാത്ര പ്രവൃത്തികളായി അവതരിപ്പിച്ചു എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുകയായിരുന്നു. ഇനി അടുത്തത് ആർജവം എന്നുള്ളതായ ദൈവീ സമ്പത്തിനെക്കുറിച്ച് നാം പഠിക്കാനായി തുടങ്ങുന്നു. മഹാഭാരതത്തിലെ ആദിപർവം അവിടേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുന്നത്.